ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവരുടെ നാമത്തും മഹിഷ്യാവുമാകട്ടെ. അത് നമുക്ക് ഇന്ന് എപ്പിസോഡ് 172 C21 എപ്പിസോഡ് 172 C21 നമ്മളിത് ബൈബിൾ സ്റ്റഡിയാണ്. നമ്മൾ ബൈബിൾ സ്റ്റഡിയിൽ കൊലസ്യയുടെ പുസ്തകം 1:23 വാക്യം தான் നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പേ നമ്മൾ കൊഞ്ചം പിന്നാടി പോയിട്ട് ആണ്ടവർ നമ്മളോട് എന്നെ പേശുന്നത് നമുക്ക് പാക്കലാം. എന്നിട്ട് നമുക്ക് ഈ 23 വാക്യത്തിലേക്ക് നമുക്ക് വന്നിടാം. അന്നേരം നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് മഹിഴ്ച നമുക്ക് തിരിയും. അന്നേരം ദൈവത്തിൻ്റെ മഹിഴ്ച നമുക്ക് തിരിയുമ്പോൾ നമുക്ക് ആണ്ടവർക്ക് കൊടുക്കേണ്ടുന്ന മഹിഴ്ച നമുക്ക് കൊടുക്കുവാൻ പറ്റും. അതുകൊണ്ട് അത് ആണ്ടവർക്ക് മഹിമ കൊടുത്തിടാം, ആണ്ടവർക്ക് സ്തുതി പണിടാം. ഇന്ന് 23 വാക്യം தான் നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് 21 വാക്യം തൊട്ട് നമുക്ക് ഒന്ന് പിന്നാടി പോയിട്ട് നമുക്ക് பார்க்கலாம் என்ன ஆண்டவர் சொல்லுது. And you that were sometime alienated and enemies. இங்கே சொல்லுது, பவுல் சொல்லுது, നിങ്ങൾ എന്നായിരിക്കെ എന്നതായിരുന്ന നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നവരും നിങ്ങൾ ദൈവത്തിന് വേണ്ടി പരദേശികളുമായിരുന്ന നിങ്ങൾ ഏലിയനേറ്റഡ്, നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയി നിങ്ങൾ പരദേശവാസം പണിയാച്ച്. അത് മാത്രമല്ല, നിങ്ങൾ പരദേശവാസം പണിയത് മറ്റുമല്ല, എന്നെ പറ്റിയാച്ച് നിങ്ങൾ ആണ്ടവർക്ക് ശത്രുക്കളായിരുന്നേ. അന്നേരം എലിമീൻസ് അത് എപ്പടി നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഇൻ മൈൻഡ് മനസ്സിൽ നിന്ന് ചൊല്ലാൻ പറ്റും. അത് എന്നെ சொல்லுது, നിങ്ങൾ ദുഷ്പ്രവൃത്തി മൂലം അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ മൂലം നിങ്ങൾ എന്നെ പറ്റിയാച്ച് തകപ്പനായ ആണ്ടവരിൽ നിന്നും നിങ്ങൾ അകന്നു പോയാച്ച്. നല്ലപോലെ പിടിഞ്ഞിരിക്കുക. ആൻഡ് നൗ ഹാത്ത് ഈ റീകൺസൈൽ. ഇപ്പോൾ എന്നാ പറ്റിയാച്ച് ആണ്ടവരായ യേശുക്രിസ്തു മൂലം നിങ്ങളെ യോജിപ്പിച്ചാച്ച്. അതായത് ഞങ്ങളെ യോജിപ്പിക്കാൻ കാരണം ആണ്ടവരായ യേശുക്രിസ്തു താൻ. അവൻ എന്നാ പണിയാച്ച്, അവൻ നമ്മളെ തകപ്പനായ ആണ്ടവരോട് നമ്മളെ യോജിപ്പിച്ചാച്ച്. അതും മൂലം എന്നാ പറ്റും, നമുക്ക് ദൈവത്തിനോടുള്ള സംസർഗം അല്ലെങ്കിൽ ദൈവത്തിനോടുള്ള സൗഭാഗ്യത അല്ലെങ്കിൽ ദൈവത്തിന് നമ്മൾ പക്ഷക്കാരനായി അല്ലെങ്കിൽ ദൈവത്തിനോടൊപ്പം നടക്കുന്നവരായി നമ്മൾ തീരും. അന്നേരം നമ്മൾ 21 വാക്യത്തിൽ അവൻ നമ്മളെ റീകൺസൈൽഡ് പണിയാച്ച്, അല്ലെങ്കിൽ അവൻ നമ്മളെ ദൈവത്തോട് രമ്യപ്പെടുത്തിയാച്ച്, യോജിപ്പിച്ചാച്ച്. അതുമൂലം നമുക്ക് ദൈവത്തിൻ്റെ പക്കൽ അല്ലെങ്കിൽ തകപ്പനായ ആണ്ടവരുടെ പക്കൽ നമുക്ക് പോകുവാൻ തക്കോണം ആണ്ടവർ നമുക്ക് വഴിയും ഒരുക്കി തന്നിയാച്ച്. 22 വാക്യത്തിൽ ഇൻ ദ ബോഡി ഓഫ് ഹിസ് ഫ്ലഷ് ത്രൂ ഡെത്ത് ടു പ്രസന്റ് യു holy and unblameable and reproach. ഇங்கே നമ്മൾ 3 കാര്യം നമ്മൾ വാസിക്കുന്നത്. ഇங்கே അവൻ്റെ ശരീരം മൂലം ഉണ്ടായ മരണത്തിനാൽ അല്ലെങ്കിൽ അവൻ ക്രൂസിൽ മരിച്ചത് മൂലം നമുക്ക് 3 പ്രതിഫലങ്ങൾ കിടച്ചാച്ച്. അതിൻ്റെ 3 പ്രതിഫലങ്ങൾ എന്നതൊക്കെയാണ്? അത് ഒന്ന്, നമ്മളെ ആണ്ടവരായ യേശുക്രിസ്തുവും നമ്മളെ പവിത്രരാക്കി അല്ലെങ്കിൽ നമുക്ക് കുറ്റമില്ലാത്തവരായി, അല്ലെങ്കിൽ കാരണം തകപ്പനായ ആണ്ടവർ പരിശുദ്ധൻ. ആ പരിശുദ്ധിയിൽ നമ്മളെ കൊണ്ടുവന്നാച്ച്. ഇപ്പം നമ്മളിപ്പോൾ ആണ്ടവരെ വിശ്വസിച്ചത് മൂലം നമ്മൾ പരിശുദ്ധിയുള്ളവരായി തീർന്നാച്ച്. ഇപ്പം അന്നേരം നമുക്ക് ഒന്നാമത്തെ കാര്യം എന്നാ കിട്ടിയത്, നമ്മൾ പരിശുദ്ധി ഉള്ളവരായി തീർന്നു. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്നാ ചൊല്ലിയത്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഫലം അൺബ്ലെയിമബിൾ, ഇപ്പോൾ കുറ്റമില്ലാത്തവരായി തീർന്ന. നമുക്ക് ഇപ്പോൾ നമ്മളെ പവിത്രരാക്കിയപ്പോൾ നമ്മുടെ കുറ്റങ്ങളെല്ലാമേ മാറ്റിയാച്ച്. അന്നേരം നമ്മൾ കുറ്റമില്ലാത്തവരാ, നമ്മൾ എപ്പോഴുമേ കുറ്റം താൻ പണുന്നത്. എന്നാൽ ആണ്ടവർ നമ്മളുടെ സകല പാപങ്ങളും എടുത്ത് മാറ്റി അവൻ നമ്മളെ കുറ്റമില്ലാത്തവരാക്കി നമ്മളെ പവിത്രരാക്കി തീർത്താച്ചേ. ഓക്കെ. രണ്ടാമത്തെ കാര്യം അൺറിപ്രൂവബിൾ എന്ന് നമ്മൾ വാസിക്കുന്നു. നമ്മൾക്ക് നിഷ്കളങ്കരാക്കി തീർത്താച്ചേ. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കളങ്കവുമേ കിടക്കാതെ ആ കളങ്കമെല്ലാമേ അവൻ മാറ്റിയാച്ച്.
അപ്പം നമ്മളിപ്പോൾ എന്നാ അയച്ചേ? നിഷ്കളങ്കരായച്ചേ. അതായത് 3 നമുക്ക് കാര്യം, ആണ്ടവരായ യേശു ക്രിസ്തു ആ ക്രൂസിൽ മരിച്ചത് മൂലം നമുക്ക് 3 കാര്യം കിടച്ചു. 3 കാര്യം എന്നത്, 1 നമ്മൾ പരിശുദ്ധരായച്ചേ, 2 നമ്മൾ കുറ്റമില്ലാത്തവരായച്ചേ, 3ാമത് തന്നെ നമുക്ക് നമ്മളിൽ കളങ്കമൊന്നുമേ ഇല്ലാതെ, അതായത് എല്ലാ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാകുന്ന എല്ലാ ദുഷ്പ്രവൃത്തിയും നമ്മുടെ ആണ്ടവരായ യേശു ക്രിസ്തു നമ്മളിൽ നിന്നും മാറ്റിയാച്ചു. ഇൻ ഹിസ് സൈറ്റ്, അവൻ്റെ കൺമുമ്പിൽ അല്ലെങ്കിൽ അവൻ്റെ മുമ്പിൽ അതെല്ലാം മാറ്റിയാച്ച എന്ന് ചൊല്ലിയാൽ, ആണ്ടവരുടെ മുന്നിലിരിക്കുന്നത് ആണ്ടവർ താൻ അവന് സകലവും തിരിയും. ഒരു കാര്യം പോലും മറവില്ല. ആ മറവില്ലാത്ത ആണ്ടവർക്ക് നമുക്ക് എന്നാ കുറ്റമിരിക്കുന്ന അവൻ നല്ലപോലെ പൊടിയും. എന്നിട്ടും അവൻ എന്നാ ചെയ്താച്ചേ, നമ്മുടെ ഈ കാരണങ്ങൾ എടുത്ത് മാറ്റിയപ്പോൾ നമ്മൾ കുറ്റമില്ലാത്ത, നമ്മൾ പരിശുദ്ധരായി തീർന്നു. നമുക്ക് നോക്കണം, ആണ്ടവർ ചെയ്ത കാര്യം അവനെല്ലാം പൊടിഞ്ഞിട്ടും അവൻ നമ്മുടെ പാപത്തെ മുഴുവനും മാപ്പ് ചെയ്താച്ച്, അല്ലെങ്കിൽ നമ്മൾ ക്ഷമ പണിയാച്ച്. നമ്മൾ ക്ഷമ പണിയത് മൂലം നമുക്ക് അവൻ്റെ കണ്ണിന് മുമ്പിൽ നമ്മൾ പാപമില്ലാത്തവരായി തീർന്നു, നമ്മൾ അവയിൽ കുറ്റമില്ലാത്തവരായി തീർന്നു, നമ്മൾ നിഷ്കളങ്കരായി തീർന്നാച്ച്. അതുമാത്രമല്ല, നമ്മൾ പവിത്രരായി തീർന്നാച്ച്. നമ്മളെ ആണ്ടവർ നമ്മളോട് ചെയ്ത 3 കാര്യം നമ്മൾ പഠിച്ചാച്ച്. അങ്ങനെ 23ാം വാക്യത്തിൽ என்ன சொல்லுது? இஃப் யூ கண்டினியூ இன் த ஃபேத் ഗ്രൗണ്ടഡ് ആൻഡ് സെറ്റിൽ, നമ്മൾ ആ വിശ്വാസത്തിൽ, അതായത് ആണ്ടവർ ദൈവമാണെന്ന്, ആണ്ടവരാണെന്ന് ആ വിശ്വാസം, ആണ്ടവർ നമുക്ക് വേണ്ടി മരിത്താറേ എന്ന് വിശ്വസിച്ച്, ആണ്ടവർ നമുക്ക് വേണ്ടി മരിത്തു മറ്റുമല്ല, അവൻ നമ്മുടെ പാപങ്ങളെ കഴുകിയെന്ന വിശ്വാസത്താൽ, അവൻ നമ്മുടെ പാപങ്ങൾ കഴുകിയെന്ന് മറ്റുമല്ല, അവൻ സമ്പൂർണ്ണമായി നമ്മളെ പരിശുദ്ധരാക്കി എന്നുള്ള കാര്യം, നമ്മളെ സമ്പൂർണ്ണ പരിശുദ്ധരാക്കിയെന്ന് മാത്രമല്ല, നമ്മളെ നിഷ്കളങ്കരാക്കി, നമുക്ക് കുറ്റമില്ലാത്തവരാക്കി മാറ്റിയാച്ച്. ആ കാര്യം, അല്ലെങ്കിൽ നമുക്ക് നമ്മളിൽ കളങ്കമില്ല എന്ന് ആക്കിയ കാര്യം, ആ വിശ്വാസം, ആ വിശ്വാസത്തിൽ നമ്മൾ എന്നാ பண்ணണം? നമ്മൾ ഇരിക്കണം, അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കണം. ഇങ്ങനെ சொல்லுங்க, നമ്മൾ ആ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്ന് ഇങ്ങനെ சொல்லிയിരിക്കും. ആൻഡ് ബി നോട്ട് മൂവ്ഡ് അവേ ഫ്രം ദ ഹോപ്പ് ഓഫ് ഗോസ്പൽ. അന്നേരം നമുക്ക് അത് എപ്പടി സാധിക്കും? നമുക്ക് പ്രത്യാശ, ആരുടെ പ്രത്യാശ? അതായത് ആ വിശ്വാസത്തിൻ്റെ പ്രത്യാശ, അല്ലെങ്കിൽ ആ സുവിശേഷത്തിൻ്റെ പ്രത്യാശ. അന്നേരം നമുക്ക് പ്രത്യാശ തന്ന കാര്യമല്ല സുവിശേഷം താൻ നമ്മളെ രക്ഷപ്പെടുത്തിയാച്ച്. അന്നേരം നമുക്ക് രക്ഷ കിടച്ചത് എപ്പടി താൻ? സുവിശേഷം മൂലം. അന്നേരം നമ്മൾ ആ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ എന്നാ പറ്റും? മൂവ്ഡ് അവേ ഫ്രം ദ ഹോപ്പ് ഓഫ് ഗോസ്പൽ എന്ന വിച്ച് യു ഹാവ് ഹേർഡ്. അത് എപ്പടി നിന്റെ പക്കൽ വന്നാച്ചേ? അത് നീ കേട്ടാച്ച്. വചനം നമ്മൾ കേട്ട് നമ്മൾ വിശ്വസിക്കണം. അതായത് നമ്മുടെ കടമ താൻ വചനത്തെ കേട്ട് നമ്മൾ വിശ്വസിച്ചവർ താൻ നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ താൻ കാണാൻ ആണ്ടവരുടെ രക്തം. നമുക്ക് ഇതെല്ലാമേ പൗലോസ് ഇങ്ങനെ சொல்லுது എന്തിനെന്ന് ചൊല്ലിയാൽ, നമുക്ക് കൂടുതൽ ആണ്ടവരോടുള്ള സഖ്യത, അല്ലെങ്കിൽ യോജിപ്പ്, അല്ലെങ്കിൽ ആണ്ടവരുള്ള നേസം നമുക്ക് കീപ്പപ്പ് പണ്ണണം. അത് കീപ്പപ്പ് പണ്ണുന്ന കാരണം നമ്മൾ 21ാം വാക്യത്തിൽ വായിച്ചാൽ, നമ്മൾ പരദേശികളാണ്. നമുക്ക് ദൈവത്തോട് ബന്ധമില്ലാത്ത പോലെ, നമുക്ക് ആണ്ടവരോട്, തകപ്പനായ ആണ്ടവരോട് ബന്ധമില്ലാതെ നമ്മൾ മാറിപ്പോയാച്ച്, നമ്മുടെ രാജ്യത്വം തന്നെ നമ്മൾ ഏലിയനേറ്റഡ് ആയ നമ്മൾ അങ്ങനെയുള്ള നമ്മളെ അവസ്ഥയിൽ നിന്നും ആണ്ടവരായ യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ ആണ്ടവരോട് റീകൺസൈൽ, അല്ലെങ്കിൽ നമ്മളെ യോജിപ്പിച്ച് നമ്മളെ ഒന്നാക്കിയാച്ച്. ഇപ്പോൾ നമുക്ക് ശത്രുത്വം കിടക്കാതെ, ഇപ്പോൾ നമ്മൾ പരദേശികളല്ല, നമ്മളിപ്പോൾ ആണ്ടവരുടെ രാജ്യക്കാർ താൻ. നമുക്ക് ആണ്ടവരുടെ രാജ്യം നൽകി അവൻ്റെ നേസം മൂലം നമ്മളോട് സ്നേഹിച്ച്, അത് ഇതെല്ലാമേ എപ്പടി അയച്ച്?
ആണ്ടവരായ യേശു ക്രിസ്തു തൻ്റെ ക്രൂസ് മരണം മൂലം തന്നെ നമുക്ക് കിടച്ചാച്ച്. കാരണം അവൻ എന്നാ പണിയാച്ചേ, നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന് വേണ്ടി അവൻ പാപപരിഹാരമായിട്ട് എന്നാ പണിയാച്ചേ, അവൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ടാച്ചേ. അവൻ്റെ ശരീരത്തിൽ നിന്നും നമുക്ക് രക്തം ചൊരിഞ്ഞ് നമ്മുടെ പാപം എല്ലാമേ ആ കറയെല്ലാമേ മാറ്റി നമ്മളെ പരിശുദ്ധരാക്കിയാച്ചേ. നമ്മളിപ്പോൾ എന്നതാ, നമ്മൾ പരിശുദ്ധരാക്കി നമ്മളെ തീർത്താച്ചേ. അത് മാത്രമല്ല, പിന്നെ എന്നെ വാക്യം വിച്ച് ഹാവ് ഹേർഡ് ആൻഡ് വിച്ച് വാസ് പ്രീച്ച്ഡ് ടു എവറി ക്രീച്ചർ. ആ കാര്യം നിങ്ങൾ എല്ലാവരോടും ഞങ്ങൾ സുവിശേഷം പണിയാച്ചേ, ഞങ്ങൾ ചൊല്ലിയാച്ചേ. അന്നേരം നിങ്ങൾക്ക് കിടക്കുന്ന വിശ്വാസം എങ്ങനെ? അവൻ ചൊല്ലിയ വചനപ്രകാരം നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫലം താൻ. അന്നേരം നമ്മളോട് ഇങ്ങനെ എന്താ ചൊല്ലുത്? അവൻ എന്നാ ചെയ്താച്ചേ? ഇങ്ങനെ ചൊല്ലുത്, അവൻ നമ്മളോട് പ്രസംഗിച്ചാച്ച, നമ്മളോട് ചൊല്ലിയാച്ച, അവൻ നമ്മളോട് വചനം മുഖാന്തരം നമ്മോട് പേശിയാച്ചേ. അത് ആരോട് പേശിയാച്ചേ? ഈ ലോകത്തിലുള്ള എല്ലാ ക്രീച്ചർക്കും എല്ലാവരോടും ചൊല്ലിയാച്ചേ. ഒന്നുമേ ആരെയും മാറ്റി നിർക്കാൻ നമുക്ക് മാറ്റപ്പറ്റില്ല. ആണ്ടവർ എല്ലാവരോടും ഒരുപോലെ പേശിയാച്ചേ. വിച്ച് ഈസ് ഇൻ അണ്ടർ ഹെവൻ, അത് സ്വർഗത്തിൻ്റെ കീഴെയാണെങ്കിലും വേർ ഓഫ് ഐ ഫോർ മേഡ് എ മിനിസ്റ്റർ. അവൻ ചൊല്ലുക, സ്വർഗത്തിൻ്റെ കീഴെ ഞാൻ അത് ചൊല്ലിയാച്ചേ. അന്നേരം അപ്പോസ്തലനായ പൗലോസ് ചൊല്ലുക, ഞാൻ സ്വർഗത്തിന് കീഴെ ഞാൻ ആണ്ടവരുടെ വചനം ചൊല്ലിയാച്ചേ, ആണ്ടവരുടെ സുവിശേഷം ചൊല്ലിയാച്ചേ. അത് നിങ്ങളെ പരിശുദ്ധരാക്കാൻ വേണ്ടി, നിങ്ങളെ നിഷ്കളങ്കരാക്കാൻ വേണ്ടി, നിങ്ങളെ നിർമ്മലരാക്കാൻ വേണ്ടി അവൻ ചെയ്ത കാര്യം. അവൻ്റെ നേസം എത്ര പെരുത് എന്ന് നമ്മൾ பார்க்கணும். അവൻ നമ്മളോട് കാണിച്ച നേസം, അതിൻ്റെ ആഴവും ഉയരവും നീളവും നമുക്ക് അളക്കാൻ മുടിയാതെ. കാരണം നമ്മൾ എത്ര നമ്മൾ നോക്കിയാലും അതിൻ്റെ ആഴവും ഉയരവും നീളവും നമുക്ക് അളക്കാൻ മുടിയാതെ. അതായത് 3 ഡയമെൻഷനിൽ നമ്മൾ பார்க்குമ്പോൾ അവൻ അത്രമാത്രം നമ്മളെ നേസിച്ചാച്ച്. താപ്പനായ ആണ്ടവർ തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തന്നാച്ച്. താപ്പനായ ആണ്ടവരുടെ സ്നേഹം നമുക്ക് പാത്തു നോക്കിക്കും. ആ താപ്പനായ ആണ്ടവർ നമ്മളോട് നേസിച്ചത് മൂലം തൻ്റെ ഏകജാതനായ പുത്രൻ, അത് ഏത് ഏകജാതനായ പുത്രൻ? നമ്മൾ 16-ാം വാക്യത്തിൽ വെച്ച്, അവൻ താൻ ഭൂമിക്ക് സകലത്തിനും സൃഷ്ടി ചെയ്തവൻ, അവൻ താൻ എല്ലാമേ ഉണ്ടാക്കിയവൻ, അവന് വേണ്ടിയും അവർക്ക് വേണ്ടിയും ഉണ്ടാക്കിയിരിക്കെ അവൻ ചെയ്ത ആ പെരിയ ആണ്ടവരെ, അവൻ്റെ ഏകജാതനായ പുത്രനെ അവൻ എന്നാ പണിയാച്ചേ, ഈ ലോകത്തിൽ അണുപ്പിയാച്ചേ. അതുകൊണ്ട് നമുക്ക് ദൈവത്തിനോട് നമുക്ക് കൂട്ടായ്മ വന്നാച്ച്, നമുക്ക് ദൈവത്തോട് നമുക്ക് സഹകരണം വന്നാച്ച്, ദൈവത്തോട് നമുക്ക് ദൈവത്തോട് കമ്പാനിയൻഷിപ്പ് കിടച്ചാച്ച്. അതുകൊണ്ട് നമുക്ക് ആണ്ടവരെ സ്തുതിക്കാം. എൻ്റെ സമയം ഇങ്ങനെ മുടിഞ്ഞാച്ച്. നാളെ നമുക്ക് പിന്നെ നമ്മൾ ചിന്തിക്കാം. അന്നേരം ആണ്ടവർ നമ്മൾ ചൊല്ലുന്നത്, ആണ്ടവരെ നമ്മൾ വിശ്വസിച്ച് ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. அப்படி ഉറച്ചു നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ തെറ്റുകളൊന്നും അങ്ങേ ആണ്ടവർ എടുക്കുക. കാരണം അവൻ നമ്മുടെ പാപങ്ങളെ മന്നിച്ചാച്ച്. അതുകൊണ്ട് നമുക്ക് അവനെ സ്തുതിക്കാം. അവൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.